കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരെ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ഒരു ബന്ധങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് കുറേ ഭക്തന്മാരെ അല്ല വേണ്ടത്. വീട്ടിൽ ചെല്ലുമ്പോൾ, ഔദ്യോഗ സ്ഥാനത്ത് നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും സാറേ എന്ന് വിളിക്കുന്ന ഒരു ഭാര്യയും മക്കളെ അല്ല നമുക്ക് വേണ്ടത്. അവിടെ ഊഷ്മളമായ ബന്ധത്തിൻ്റെ സ്ഥലമാണ്. അതുപോലെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവൻ മുഖാന്തരം നമ്മളെല്ലാം മക്കളാക്കി തീർക്കുവാൻ, മാത്രമല്ല നമ്മളെ തമ്മിൽ സഹോദരങ്ങളാക്കാൻ. അതുകൊണ്ടാണ് ആദിമസഭ മുതൽ വിശ്വാസികൾ തമ്മിൽ വിളിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെന്ന്. അതിന് ജാതി മത വർഗ വർണ്ണ ഭേദമൊന്നുമില്ല. ക്രിസ്തുവിൽ നമ്മളെ എല്ലാവരെയും സഹോദരങ്ങളാക്കുക, ദൈവം പിതാവുമാകുക. എന്തൊരു വലിയൊരു ശ്രേഷ്ഠമായ കാര്യമാണ് ക്രിസ്തുവിൽ മാനവജാതിയിൽ നമ്മൾ തമ്മിലും ദൈവവും മനുഷ്യനുമായിട്ടും ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഈ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന സ്ഥലമായിരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും. അതുകൊണ്ട് ഒരു പ്രസിദ്ധമായ ഒരു ഒരു പറച്ചിലിങ്ങനെയുണ്ട്. ക്രൂശിന് രണ്ട് തടികളാണല്ലോ ഉള്ളത്. ഒന്ന് മുകളിലും താഴോട്ടും, ഒന്ന് സൈഡ് വൈസ്, ലംബവും തിരശ്ചീനവുമായ വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടലായിട്ടുള്ള രണ്ട് തടികൾ. അത് പ്രതിനിധാനം ചെയ്യുന്നത് മുകളിൽ താഴോട്ടുള്ളത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയും, ഹോറിസോണ്ടലായ ആ തടി മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയും. ഇത് രണ്ടും ക്രമീകരിക്കുന്ന സ്ഥലമായിരുന്നു ക്രൂശ്. അതുകൊണ്ടാണ് ക്രൂശിൽ അവൻ വേർപാടിൻ്റെ നടുച്ചുവരിടിച്ചു. യഹൂദനും അതുപോലെ മറ്റ് ജാതികളും തമ്മിൽ അസ്പർശ്യതയുണ്ടായിരുന്നു, തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും നമുക്കറിയാം വലിയ വർണ്ണ വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊക്കെ വലിയ മാറ്റം വന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ അവർ വലിയൊരു ജനതയായിട്ടും ശമരിയാക്കാർ പോലെയുള്ള മറ്റ് ജാതികളൊക്കെ താഴ്ന്നവരുമായിട്ടാണ് കണ്ടത്. എന്നാൽ എഫേസ്യ ലേഖനം പറയാണ്, ക്രൂശിൽ ഇവർ തമ്മിലുള്ള വേർപാടിൻ്റെ നടുച്ചുവർ യേശു ഇടിക്കുകയായിരുന്നു. ബന്ധം, മനുഷ്യർ തമ്മിൽ ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. മാത്രമല്ല, യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് സംഭവിച്ചൊരു സംഭവം സുവിശേഷകർ രേഖപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചീന്തിപ്പോയി. തിരശ്ശീലയ്ക്കുള്ളിലേക്ക് പുരോഹിത വർഗത്തിന് മാത്രമേ, പുരോഹിതർ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേക ഗോത്രത്തിലുള്ള അവർക്ക് മാത്രമേ പുരോഹിതന്മാരാകാനൊക്കത്തുള്ളൂ. മറ്റാർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ മദ്ബഹായിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ആരാധനയുടെ പ്രധാന കാര്യങ്ങളിലേക്ക് ചെല്ലാനോ കൈകടത്താനോ ഒക്കത്തില്ല. അവർ തിരശ്ശീലയ്ക്ക് പുറത്ത് നിൽക്കണം. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പോകത്തുള്ളൂ. ആ സ്ഥലത്തേക്ക് എല്ലാവർക്കും വേണ്ടി വാതിൽ തുറക്കുന്നതായി ക്രൂശീകരണത്തോടുകൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ്. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കൈ നീട്ടിയതാണ്. ദൈവത്തിൻ്റെ കരം നീണ്ടു വന്നതാണ് മനുഷ്യരൂപത്തിൽ. അതാ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കുറേ നല്ല മനുഷ്യരെ തൻ്റെ കൂടെ കൂട്ടുകയല്ല ചെയ്തത്. പലപ്പോഴും ക്രിസ്തുവിന് ചുറ്റും നമ്മൾ കാണുന്നത് അന്നത്തെ മതപരമായി ഉയർന്ന ആൾക്കാർ പാപികളെന്നും കൊള്ളരുതാത്തവരെന്നും ഒക്കെ പറഞ്ഞ ചുങ്കക്കാർ, അതുപോലെ വേശ്യമാർ, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയും അവരോട് ദൈവത്തിൻ്റെ ഉപദേശം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവിനെ അതുവരെ കണ്ടിട്ടില്ലാത്ത വിപ്ലവകരമായ ഒരനുഭവമാണ് ക്രിസ്തുവിൽ അവർ ദർശിച്ചത്. പ്രിയപ്പെട്ടവരെ, 100 ആടുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഒരാട് നഷ്ടമായിപ്പോയി അതിനെ തിരക്കി ചെല്ലുന്നത് പോലെയാണ് ഞാൻ ഈ പാപികളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നതെന്ന് തന്നെ വിമർശിച്ചവരോട്
കർത്താവ് മറുപടി പറയുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് ബന്ധങ്ങളുടെ കർത്താവാണ്. നമ്മളുടെ ദൈവം ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സർവശക്തനായ സർവ സൃഷ്ടിച്ച ദൈവം ഹീ നീഡ് എ ഫെലോഷിപ്പ് വിത്ത് യു ആൻഡ് മീ. നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുക. നമ്മൾ ഈ ദൂരെ മാറുന്ന ദൈവമേ എന്ന നെഞ്ചത്ത് അലച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമെന്നാണ്. കാരണം ദൈവത്തോട് കുറേയൊക്കെ അടുത്ത് നിന്നവരായിട്ടാണ് അവരുടെ പിതാവായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ പിൻതലമുറകൾ കണ്ടത്. അബ്രഹാമിൻ്റെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നു, ഇസഹാക്ക് ദൈവപ്രവർത്തികൾ കണ്ടു, യാക്കോബ് കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അവരെ പോലെ ആകാൻ ഒക്കത്തില്ലല്ലോ എന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ വലിയ ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെയുള്ള അപ്പോസ്തലന്മാരുടെയൊക്കെ ചിത്രത്തിന് മുകളിലൊരു പ്രകാശ വളയമൊക്കെ കാണാം. നമ്മൾ അവരെ ഒരു പ്രത്യേക ആത്മീയ പരിവേഷമുള്ളവരായിട്ടാണ് കാണുന്നത്. ആയതുപോലെ തന്നെ യഹൂദന്മാരും അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെയും ഒക്കെ പ്രത്യേക ആത്മീയ പരിവേഷമുള്ളവരായിട്ടാണ് കണ്ടത്. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് അവരോട് പറയുകയാണ്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് കെയർ ഓഫിൽ നിങ്ങളിനി വിളിക്കണ്ട, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇന്ന് ലോകത്തിൽ ഉള്ള 700 കോടിയിൽ പരം ജനത്തെയും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റാനാ യേശു ഈ ഭൂമിയിൽ വന്നു. ഒരു മതം സ്ഥാപിക്കാനേ അല്ല, ഒരു റിലീജിയൻ അല്ല, ഒരു റിലേഷൻഷിപ്പാണ് യേശു മുഖേന ദൈവം നമ്മളുമായി സ്ഥാപിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വാക്യം വായിക്കാം. ആ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് 2 ബന്ധങ്ങളെക്കുറിച്ച്. ഒന്ന്, സഭ മുഖേന ക്രിസ്തുവും അല്ലെങ്കിൽ ദൈവവും നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം. 2, ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധം. സഭയിലെ ബന്ധം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, സഭയിൽ നമ്മളെല്ലാവരും തമ്മിലുള്ള സാഹോദര്യ ബന്ധവും ഒരു കുടുംബത്തിലെ ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം ഒന്നിച്ചു പറയുകയാണ് ഒരു വേദഭാഗത്ത് ബന്ധങ്ങളെക്കുറിച്ച്. ഞാൻ വായിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോട് സംസാരിച്ചു വരികയാണ്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് വരുന്ന എഫേസ്യ ലേഖനം 5:22 മുതൽ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 31, 32, 33 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഒരു വലിയ ബന്ധത്തിലേക്ക് അവർ വരികയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഈ മർമ്മം വലിയത്. മർമ്മം എന്ന് പറഞ്ഞ രഹസ്യം, ഇതൊരു മിസ്റ്ററി കൂടാണ്, ഒരു രഹസ്യം കൂടാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പം ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ പറയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയട്ടെ, നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും 2 വീടുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കുടുംബം, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. 2 സഭ, ദൈവം പിതാവായ അല്ലെങ്കിൽ ക്രിസ്തു മുഖേന ദൈവത്തെ പിതാവായി അംഗീകരിച്ച ലോകത്തിലെ സകലരും അടങ്ങുന്നതാണ് സഭ. അതിന് ഇന്ന സഭ ആ സഭ എന്ന ബോർഡൊക്കെ വെച്ച് പേരുകൾ കാണും, ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത പല സഭാവിഭാഗങ്ങൾ കാണും. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ഭൂമിയിൽ അങ്ങനെ സംഘടനാപരമായി കാര്യങ്ങൾ പോകേണ്ട ആവശ്യകതയുണ്ട്, നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ഇനി ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവം എൻ്റെ പിതാവാണ് എന്ന് തിരിച്ചറിഞ്ഞ സകലരും അടങ്ങുന്നതാണ്. അവരിനി ഒരു കോൺഗ്രിഗേഷനിൽ അവർക്ക് പോകാൻ പറ്റാത്ത ഒരു ദ്വീപിൽ ഒരൊറ്റ വ്യക്തിയായി ഒരു മൂലയ്ക്കിരിക്കുന്ന ആളും ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവ പൈതല. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഏവർക്കും, അവിടെ ജാതി മത സഭാ വിഭാഗ വ്യത്യാസമൊന്നും നൽകി. ഇഫ് എനി വൺ ആക്സെപ്റ്റ് ജീസസ് ആസ് ഹിസ് ഓൺ സേവിയർ, ഹി ഹാസ് ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. അവൻ ദൈവ മകനായി തീർന്നിരിക്കുകയാണ്.
യേശുക്രിസ്തു വന്നത് ദൈവമായി നമുക്ക് ബന്ധം തരുവാനാണ്. പിന്നെ നമ്മൾ അപ്പാന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ചാണ് റോമാലേഖനം 8 പറയുന്നത്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. ഈ അപ്പാന്നൊക്കെ അപ്പച്ച അപ്പാപ്പ നമ്മുടെ നാട്ടിൽ പലരെയും വിളിക്കുമെങ്കിലും ഒരു മകനെ അപ്പനെ പപ്പ എന്ന് വിളിക്കുന്നതിനൊരു വ്യത്യാസമുണ്ട്. ആ അബ്ബ, ഫാദർ, ജനിപ്പിച്ച അപ്പ എന്ന് ദൈവത്തെ കയറി വിളിക്കാൻ വചനം പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു വലിയ പ്രിവിലേജാണ് മഹാപാപികളും ദൈവത്തിൽ നകന്നു പോയവരുമായി നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്ന വചനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഒരു സഭയിൽ നമ്മൾ വിശ്വാസികൾ തമ്മിൽ സാഹോദര്യ ബന്ധം പറയുമ്പോഴും, വീട്ടിൽ ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധം പറയുമ്പോഴും, ഈ നമ്മൾ വായിച്ച വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമുക്കാർക്കും ഒരു പെർഫെക്റ്റ് ജീവിത പങ്കാളിയെ ലഭിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ഒരു വിശ്വാസിക്കും ഒരു പെർഫെക്റ്റ് പാസ്റ്ററെയോ സഭയിൽ മൂപ്പന്മാരെയോ തികവിലെത്തിയ ഒരു ആത്മീയ സഹോദരനെയോ സഹോദരിയോ ലഭിച്ചിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഭാര്യയും ഭർത്താവും തമ്മിലും കൂടാതെ സഭയിൽ വിശ്വാസികൾ തമ്മിൽ അല്ലെങ്കിൽ ശുശ്രൂഷകനോടൊക്കെ അസഹിഷ്ണുതയുമായി പലരും ഞങ്ങളെ സമീപിക്കാറുണ്ട്. ഭർത്താവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസികൾ പറയാണ് ആ ശുശ്രൂഷകൻ്റെ ആ രീതി എനിക്കത് വഹിക്കാൻ മേല, അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിൽ ഒത്തിരി അസഹിഷ്ണുതകൾ കാണാൻ പറ്റും. പക്ഷേ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച എഫേസ്യ ലേഖനം 5 ക്രിസ്തു നമ്മെ സഹിക്കുക, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അവിടെ പറയുന്നത് ക്രിസ്തു നമ്മളെ, സഭയെ താൻ ഇച്ഛിക്കുന്ന നിലയിലാകാൻ വേണ്ടി വചനമാകുന്ന വെള്ളം കൊണ്ട് സഭയെ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും വിശുദ്ധീകരിച്ച് കഴുകി തൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് ആക്കുക. ഒരിക്കലും ആയിട്ടില്ല. പത്രോസിനെ തന്നെ നോക്കി, യേശുവിൻ്റെ കൂടെ നടന്നപ്പോഴും അത് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങൾക്ക് ശേഷം സഭാ കാലഘട്ടത്തിലും പത്രോസിൽ വന്ന ചാബല്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ കർത്താവ് തന്നെ ഉപേക്ഷിക്കുകയല്ല, തള്ളിക്കളയല്ല. താൻ ഉദ്ദേശിക്കുന്ന ഒരു അപ്പോസ്തലനായി എങ്ങനെ പത്രോസിനെ വാർത്തെടുക്കുന്നു, ആ മനോഭാവം ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും വേണം. എഫേസ്യ ലേഖനം 5 പറയുമ്പോൾ പുതിയ നിയമ വിവാഹ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. പഴയ നിയമത്തിലെ ബന്ധം അവിടുത്തെ ബന്ധം വ്യവസ്ഥകളുടെ മേൽ സ്ഥാപിതമായിരുന്നു. ഒരു കരാറ, ഒരു കോൺട്രാക്റ്റ്. നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യാം. അവിടെ സ്നേഹമില്ല, അവിടെ ചില വ്യവസ്ഥകളുണ്ട്. എന്നാൽ വ്യവസ്ഥ കൂടാത്ത സ്നേഹമെന്ന അഗപ്പെ ലവ്, ദൈവസ്നേഹം, ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം, ഒരു വ്യവസ്ഥയുമില്ല. മാത്രമല്ല, നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യാമെന്നല്ല, നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലെങ്കിലും നിനക്ക് തെറ്റ് പറ്റിയാൽ ആ തെറ്റിൻ്റെ ശിക്ഷ കൂടെ ഞാൻ ഏറ്റെടുത്തിട്ട് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. അതിന് എന്നെ തന്നെ, എൻ്റെ ജീവനെ തന്നെ ഞാൻ തരിക. അതാണ് എഫേസ്യർ 5 നമ്മൾ വായിച്ചതിന് മുകളിൽ വായിക്കുമ്പോൾ അതിനുവേണ്ടി തന്നെത്താൻ ക്രിസ്തു അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, നമ്മളെ ഓരോരുത്തരെയും നന്നാക്കിയെടുക്കാൻ. ഒരു സാക്രിഫിഷ്യൽ ലവ് ആണ് ക്രിസ്തുവിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അതാണ് കുടുംബജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ആ സ്നേഹമാണ്. അത് ഭർത്താവിൽ വ്യാപരിക്കുന്ന സാക്രിഫൈസായിട്ടാണ്, ഭാര്യയ്ക്ക് വേണ്ടി പലതും ത്യാഗമനുഷ്ഠിക്കുക. ഭാര്യയിൽ വ്യാപരിക്കുന്ന സബ്മിഷനായിട്ടാണ്. ഇത് രണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ 2 പ്രദർശനങ്ങളാണ്. ക്രിസ്തു ആ സ്നേഹത്തിലാണ് പിതാവിന് കീഴ്പ്പെട്ടത്, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടത്, തനായിരുന്ന പള്ളിയിൽ ആ ചെറുപ്പത്തിൽ കീഴ്പ്പെട്ട് ദൈവം കീഴ്പ്പെടുന്ന ദൈവത്തെ നമ്മളവിടെ കാണുന്നത്. അപ്പം അത്രയും വലിയൊരു സ്നേഹത്തിനെ ആ സബ്മിസീവ്നെസ് ഉണ്ടാകത്തുള്ളൂ, സാക്രിഫൈസും ഉണ്ടാകത്തുള്ളൂ. ഇത് തന്നെയാണ് കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും സഭയിലും ഉണ്ടാകേണ്ടത്. ആ സ്നേഹമാണ്. അതിനെക്കുറിച്ചാണ് 1 പത്രോസ് 4:8 പറയുന്നു, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. എൻ്റെ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ എൻ്റെ സഭാവിശ്വാസിയുടെ ശുശ്രൂഷകൻ്റെ തെറ്റുപറ്റി അങ്ങനെ ഇവളിങ്ങനെയാണെന്ന് പറയാനില്ല. ലവ് കവേഴ്സ്. നിനക്കങ്ങനെ പറ്റിയാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മറയ്ക്കും. രഹസ്യത്തിൽ നിന്നെ ഞാൻ തിരുത്തും, പക്ഷെ പരസ്യത്തിൽ മറയ്ക്കും.
അത് തന്നെയാണ് 1 കൊരിന്ത്യർ 13 സ്നേഹത്തിൻ്റെ അധ്യായം. അവിടെ 6-ാം വാക്യം 5-6 വായിക്കുമ്പോൾ, ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് റോങ്സ്. മുമ്പ് പറ്റിയ തെറ്റുകളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഓരോ വഴക്കിനും, പണ്ട് നീ അത് പറഞ്ഞതല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തതല്ലേ, റെക്കോർഡുകൾ എഴുതി വച്ചിരിക്കുക. എന്നാൽ ക്രൂശിൽ നമുക്കെതിരെയുള്ള റെക്കോർഡ് മുഴുവൻ മായ്ച്ചെന്ന ഈ ഒരു സ്നേഹം സഭയിലും നമ്മുടെ വീട്ടിലും വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ബന്ധത്തിനാണ് യേശു വന്നത്. സോ ഇന്നത്തെ നമ്മൾ കേട്ട ഈ വചനത്തിലൂടെ നമുക്കൊരു സമർപ്പണത്തിലേക്ക് വരാം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു വീടാണ് പണിയുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ വീട് ഒരു സ്വർഗമായി പണിയുക. മാത്രമല്ല, ഇപ്പോൾ കർത്താവ് സ്വർഗം പണിയാൻ പോയിരിക്കുക. അവൻ പെരും തച്ചന കർത്താവ് പണിയുന്ന ആ സ്വർഗം നമ്മുടെ വീടാക്കി തരാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ വീട്, അപ്പോൾ തന്നെ നമ്മുടെ സഭയും ഒരു വീടാണ്. വീടൊരു സഭയുമാണ്. അവിടെ ബന്ധങ്ങളാണ്, നമ്മൾ തമ്മിൽ ബന്ധങ്ങളാണ്. ക്രിസ്തു നമ്മുടെ കുറവുകൾ കണക്കിടാതെ, നമ്മളെ തെറ്റുകൾ ഓർക്കാതെ നമുക്ക് വേണ്ടി സ്വയം ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ബന്ധം സ്ഥാപിച്ചത്. സോ നമുക്ക് വേണേൽ നമ്മളായിരിക്കുന്ന സഭയെന്ന് ഇവിടുത്തെ പാസ്റ്ററല്ലേ വിശ്വാസികളെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഓടിപ്പോകാം. ഭാര്യയും ഭർത്താവും തമ്മിൽ കുറ്റം പറഞ്ഞ് നമുക്ക് ഓടിപ്പോകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഒരു വലിയ ത്യാഗത്തിലൂടെയാണ്. ഇന്ന് നമുക്കൊരു സമർപ്പണം ചെയ്യാം. എല്ലാവരും, കർത്താവെ, കുറവുള്ള ഒത്തിരി പേരെയാണ് എൻ്റെ കൂടെ ആരാധിക്കാൻ തന്നിരിക്കുന്നത്. കുറവുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ജീവിത പങ്കാളിയായി തന്നിരിക്കുന്നത്. ക്രിസ്തു എന്നെ സ്വീകരിച്ചതുപോലെ ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. ഒടുവിൽ നമ്മൾ പ്രാർത്ഥിക്കും. അതിനു മുമ്പായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ തുടർന്ന് കേൾക്കാൻ പോവുകയാണ്. അത്ഭുത സാക്ഷ്യം. 10 വർഷങ്ങൾക്ക് മുമ്പ്, 13ഓളം വർഷത്തിന് മുമ്പ് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിച്ച കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം. ഈ ഒരു ബ്രദർ കുഞ്ഞുമോനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ തടിവെട്ടുമൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് ഒരത്ഭുതം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തളർന്നു പോയ തൻ്റെ കൈ അത്ഭുതകരമായി സൗഖ്യമായ സാക്ഷ്യം. തൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു വിടുതൽ ഇപ്പോൾ നമ്മൾ കേൾക്കും. കുഞ്ഞുമോൻ ബ്രദറിൻ്റെ കൈ പൂർണ്ണമായും തളർന്നു പോയതല്ലേ? അതെന്തായിരുന്നു ആ സംഭവങ്ങളൊന്ന് പറയാമോ? കൈക്ക് എന്തോ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൈക്കൊരു വേദനയുണ്ടായി. ഞാൻ ഉടനെ ഡോക്ടറെ പോയി കണ്ടു. ഒരാഴ്ചത്തെ എനിക്കുള്ള മരുന്ന് തന്നു. അങ്ങനെ പല ഡോക്ടർമാരും മാറി മാറി നോക്കിയിട്ടും എൻ്റെ രോഗം സൗഖ്യമാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ അലോപ്പതി, ആയുർവേദം, അങ്ങനെ പല ഡോക്ടർമാരെ സമീപിച്ച് നോക്കി. അവരാരും എൻ്റെ രോഗത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. അത് വന്ന് വേദനയായിരുന്നു ആദ്യം, ചെറുതായിട്ടൊരു വേദനയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആരും തീർപ്പ് കൽപ്പിക്കുന്നില്ല. വന്നപ്പോൾ 2.5 വർഷത്തോളമായപ്പോൾ എൻ്റെ കൈ സൂക്ഷിച്ചു പോയി. എൻ്റെ കൈ ആകെ തളർന്ന് ആകെ അവസ്ഥ നിലയിലായിപ്പോയി. അങ്ങനെ കൈ തളർന്നു പോയ സമയത്ത് ഈ കൈ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ കിടക്കുകയുള്ളൂ. നടക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ആടുകയുള്ളൂ. ഞാൻ ആരെങ്കിലും എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ച് എളിയിലെടുത്ത് വെക്കും. ഇങ്ങനെ എളിയിലെടുത്ത് വെച്ച് സംസാരിച്ച് അവർ നടന്നു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ നടക്കാറുള്ളൂ. കാരണം എൻ്റെ കൈ നടക്കാൻ തുടങ്ങുമ്പോൾ താഴെ പോവും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ഞാനിങ്ങനെ ഡോക്ടർമാരും ഇങ്ങനെ കൽപ്പിച്ചപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ ഭാര്യയെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഭാര്യയെ സമ്മതിച്ചു. എൻ്റെ മക്കളെയും കൊന്നുകളയാമെന്ന് ഞാൻ തീരുമാനിച്ച്. ഇങ്ങനെ എൻ്റെ മൂത്ത മകൻ അന്ന് 8 വയസ്സ്, എൻ്റെ ഇളയ കൊച്ചിന് അന്ന് 6 വയസ്സ് പ്രായമായിരുന്ന സമയത്ത് അവരോട് കുടിക്കാൻ ഇഷ്ടമുള്ള സാധനം ചോദിച്ചു. അത് മേടിച്ച് വെച്ച്, വിഷവും മേടിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഭാര്യ എല്ലാ സാധനങ്ങളെല്ലാം പെറുക്കി അടുക്കി വീട്ടിലെല്ലാം ശരിയാക്കി വെച്ചു. എല്ലാം കാണാനുള്ള എല്ലാ സാഹചര്യത്തിലും ആക്കി വെച്ചപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ റോഡിൽ വന്ന് നിന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിച്ചു, അമ്മാമ്മേ അപ്പാപ്പി എന്തിയെന്ന്. അപ്പാപ്പി അതേ കട്ടിലയിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോടിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ കോട്ടയത്ത് സ്വർഗീയ വിരുന്നിൽ പോയിച്ച് വരുവാണ്. അവിടെ ഒരുപാട് രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടു. അപ്പാപ്പി അവിടെ പോയാൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദയനീയമായിട്ട് വിഷത്തേലോട്ടൊന്ന് നോക്കി. ഇത് കഴിക്കാൻ ഇനി സമ്മതിക്കുകയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, തലയാട്ടി കാണിച്ചു, ഒന്ന് പോയി നോക്കിച്ച് വരാൻ. അങ്ങനെ ഞാൻ വിഷത്തെ ചിന്തിച്ചുകൊണ്ടാണ് ഈ സ്വർഗീയ വിരുന്നിൽ കോട്ടയത്ത് വരുന്നത്. അങ്ങനെ ഏത് വർഷമാണ്? 13 വർഷമായി. 13 വർഷം മുമ്പ്. എത്ര നാൾ കൈ തളർന്ന് കിടന്നു? 2.5 വർഷം. അങ്ങനെ ആണ്
ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാർ ക്യൂ നിൽക്കുന്നു. ആ ക്യൂവിൽ ഞാനും ഏറ്റവും പുറകിൽ പോയി നിന്നു. പ്രാർത്ഥനയ്ക്ക് എനിക്ക് സമയം പോകുമെന്ന് കണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഒരു 20ാമത്തെ ലൈനിൽ വന്ന് നിന്നു. അതിന് ആരും എന്നോട് കുറ്റമൊന്നും പറഞ്ഞില്ല. ഞാൻ തോമസ് കുട്ടികേദറിൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് തളർന്നു പോയതാണെന്ന് പറഞ്ഞു. തോമസ് കുട്ടികേദർ 2-3 വാക്ക് പ്രാർത്ഥിച്ചു. എനിക്കതിൽ വിശ്വാസമായില്ല. ഞാനങ്ങ് നടന്നുപോയി. എന്നിട്ട് രഹസ്യമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. എൻ്റെ തലയ്ക്കകത്ത് വേദനയുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നോർത്തു. ഞാൻ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൈ അറിയാതെ, എനിക്കിരിക്കാൻ സീറ്റ് കിട്ടില്ല, കൈ അറിയാതെ ബസ്സിൻ്റെ മുകളിൽ പിടിച്ചു. ആ സമയത്താണ് എനിക്ക് ഭയങ്കരമായ സന്തോഷവും സങ്കടവും കരച്ചിലും എല്ലാം വന്നു. ഞാൻ അറിയാതെ ബസ്സിൻ്റെ അകത്ത് കിടന്ന് ബഹളം വെച്ച് കരയുകയും അവരോടെല്ലാം സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. ഇങ്ങനൊരു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കൈ സൗഖ്യമാക്കി. 2.5 വർഷമായിട്ട് പൊങ്ങാതിരുന്ന കൈയാണ് ഇത് പൊങ്ങിയത്. ഞാൻ വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെ ഇരുന്ന് ജോലിക്ക് പോകണമെന്ന് തോന്നി. എൻ്റെ സാമ്പത്തികം ആകെ തകർന്ന നിലയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് പോകുവാനായിട്ട് എൻ്റെ ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് വരുന്നത്, നിൻ്റെ കൈ തളർന്നവൻ എങ്ങനെയാണ് പണിക്ക് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ കൈ സൗഖ്യമാക്കി, എന്നെ പണിക്ക് കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ഞാൻ പണിക്ക് പോയത്. പിറ്റേ ദിവസം തന്നെ തടിപ്പണിയായിരുന്നു. മിഷ്യൻവാളിൻ്റെ പണിയാണ് എനിക്ക്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മിഷ്യൻവാളുമായിട്ട് പണിക്ക് പോയി. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഇനിയത്തെ സാക്ഷ്യമാണ് ഭയങ്കരമായി നടക്കാൻ പോകുന്നൊരു സാക്ഷ്യം. ഈ സാക്ഷ്യം ഒരു ചെറിയ സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ സാക്ഷ്യം ചെയ്തത്. ഞാൻ ഈ മിഷ്യൻവാൾ നന്നാക്കാൻ എൻ്റെ മകനെ വിളിച്ച് ബൈക്കിൽ ഞങ്ങൾ 2 പേരും ബൈക്ക് നന്നാക്കാൻ കൊടുക്കാൻ കൊണ്ടുപോയ സമയത്ത് ഈ ബൈക്ക് എന്ന് ഒരു പിക്കപ്പിന് ഇടിച്ചു. ഞാൻ വണ്ടിയുടെ മുകളിൽ കൂടെ താഴെ വീണു. എൻ്റെ മകൻ വണ്ടിയുടെ അടിയിലേക്കും കയറിപ്പോയി. എന്നെ എടുത്ത് 2-3 ആശുപത്രി കൊണ്ടുപോയതിന് ശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്ത് എന്നെ മാറ്റി കിടത്തിയെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഇനി പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. അങ്ങനെ മാറ്റി കിടത്തിയെന്ന് പറഞ്ഞാൽ ഇനിയും ഹോപ്പില്ലെന്ന് പറഞ്ഞ് ചികിത്സ അവസാനിപ്പിച്ച് മാറ്റിക്കിടത്തിയ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കിടന്നപ്പോൾ എൻ്റെ ശ്വാസം നിന്നുപോയി. ഞാൻ മരിച്ചുപോയി. എൻ്റെ വീട്ടിലേക്ക് അറിയിച്ചു. എന്നെ അവിടുന്ന് പന്തലിടാനും എല്ലാ കസേരകളെടുക്കാനും എല്ലാ ആൾക്കാരെ ആയിരം പോയ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഡോക്ടർ വീണ്ടും നേഴ്സ് ഇതെല്ലാം അടിച്ചു മാറ്റാനായിട്ട് വന്ന നേഴ്സ് വന്നപ്പോൾ എൻ്റെ പൾസ് ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡോക്ടർ ആ നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടറോട് എന്ന് പറഞ്ഞു, അയാൾ മരിച്ചിട്ടില്ല, അയാൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം നടത്തി. എൻ്റെ തലയിൽ 60 കുത്തിക്കെട്ടിൻ്റെ മുകളിലുള്ള സ്റ്റിച്ചുണ്ട്. ഞാൻ അങ്ങനെ മരണ അവസ്ഥയിൽ നിന്ന് ഒരുപാട് ബ്ലഡുകൾ എൻ്റെ ശരീരത്തോട് ഒരുപാട് ആൾക്കാരുടെയാണ്. എന്നെ ആത്മുഖത്തിൽ നിന്നും എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എന്ന് ഞാൻ ഉറയ്ക്കുന്നു. ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്തൊരത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ നടന്നത്. ആ പ്രാർത്ഥിച്ച സമയത്തൊന്നും അനുഭവിച്ചില്ല. തനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കുഞ്ഞുമോന്. എന്നാൽ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ നാളുകളായി തളർന്നാടിയ കൈ താൻ പോലും അറിയാതെ കയറി ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ, മാത്രമല്ല ആ കൈ കൊണ്ടിപ്പോൾ താൻ മരത്തെ കയറുന്നു, മരം വെട്ടുന്നു. എന്തൊരത്ഭുതമായത്. തളർന്ന അവയവങ്ങൾ ജീവൻ പ്രാപിക്കും. മാത്രമല്ല, നമ്മളിന്ന് ആദ്യം കേട്ട വചനഭാഗം മറക്കരുത്. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ വീട്ടിൽ ലഭിച്ചിരിക്കുന്നവർ, അവരാരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ സഭയിൽ സഹവിശ്വാസികൾ പെർഫെക്റ്റ് അല്ല. നമ്മുടെ ശുശ്രൂഷകർ പെർഫെക്റ്റ് അല്ല. അവരുടെ കുറവ് കണ്ട് ഓടാനല്ല, മറിച്ച് കുറവുകളോടുകൂടെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വീട്ടിലുള്ളവരായിത്തീരും, നമ്മുടെ ജീവിത പങ്കാളിയായിത്തീരും, നമ്മുടെ സഭയിലുള്ളവരായിത്തീരും. അതാണ് സാക്രിഫിഷ്യൽ ലവ്. അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹം. കർത്താവ് ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല. നമ്മുടെ വീടുകൾ സ്വർഗമാക്കാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വീടിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കുഞ്ഞുമോൻ ബ്രദറിന് കൊടുത്ത സൗഖ്യം പോലെ അത്ഭുത സൗഖ്യങ്ങൾ നമുക്കുണ്ടാകും. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായും സാക്ഷ്യത്തിനായും ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ആ തളർന്ന ആ കരം കർത്താവ് ജീവൻ കൊടുത്തല്ലോ. അതുപോലെ ബ്രദർ കുഞ്ഞുമോനെ മരിച്ചു എന്ന് കരുതി ആശുപത്രിയിലുള്ളവർ കൈവിട്ട സമയത്ത് പെട്ടെന്ന് ജീവൻ്റെ തുടിപ്പ് ആ ശരീരത്തിലേക്ക് അയച്ച കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരും അതുപോലെ മരിച്ച അവസ്ഥയിൽ, അതുപോലെ ബന്ധുക്കൾ മരണത്തെ അഭിമുഖീകരിക്കുന്ന അവസ്ഥയിൽ കേൾക്കുന്നുണ്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായി, വെൻറ്റിലേറ്ററിലായി കേൾക്കുന്നവരുണ്ട്. കർത്താവ് അവരുടെ ബന്ധുക്കൾ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജീവൻ്റെ ശക്തി വ്യാപരിക്കട്ടെ.
മരിച്ചുവെന്ന് പറഞ്ഞ അവയവങ്ങൾ ജീവിക്കട്ടെ. മരിച്ചുവെന്ന് പറഞ്ഞ വ്യക്തികൾ ജീവനിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവെ, കിഡ്നി വീണ്ടും ഫങ്ഷൻ ചെയ്യട്ടെ, ലിവർ വീണ്ടും ഫങ്ഷൻ ചെയ്യട്ടെ, ക്യാൻസർ മാറിപ്പോകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഏറ്റവും ക്രിട്ടിക്കലായി ഡോക്ടേഴ്സ് കൈവിട്ടു, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ, പക്ഷേ വിശ്വസിച്ചോ, ജീവൻ വ്യാപരിക്കുക. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ്, ഞങ്ങളിന്ന് കേട്ട വചനം, നീ ബന്ധങ്ങളുടെ ഒരു കർത്താവ്. എന്നാൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങളുടെ കുറവുകളൊന്നും കർത്താവ് ഓർത്തില്ല. അതുപോലെ എന്നെ കേൾക്കുന്ന കുടുംബജീവിതങ്ങളിൽ ആ ഭർത്താവും ഭാര്യയും തമ്മിൽ ഇനി കുറവുകൾ ഓർക്കാതെ കുറവുകളോടുകൂടെ സ്നേഹിക്കുവാൻ, അപ്പോൾ തന്നെ സഭയ്ക്കുള്ളിൽ ശുശ്രൂഷകനും വിശ്വാസികൾ തമ്മിലും പെർഫെക്ഷൻ നോക്കാതെ കുറവുകളുള്ളവരാണ് എങ്കിലും ഞാനവരെ അംഗീകരിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലെന്ന് പറഞ്ഞ് ഒരു വലിയ ബന്ധത്തിലേക്ക് വരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ മുഴുവൻ മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ തറച്ച് ദൈവത്തിൻ്റെ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളെ അംഗീകരിച്ച കർത്താവെ, അതേ ദിവ്യ മനോഭാവം മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, കുറവുകളോടുകൂടെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ശ്രദ്ധിക്കൂ, ഈ സ്നേഹത്തിൽ കുറവുകളുള്ള നിങ്ങളുടെ ജീവിത പങ്കാളിയെ, കുറവുകളുള്ള സഭാവിശ്വാസിയെ ഒന്ന് കണ്ടു നോക്കിക്കേ. അവിടെ തന്നെ സ്വർഗം വരും. മോശ കുറ്റം വിധിക്കുന്നു, അഥവാ ന്യായപ്രമാണം കുറ്റം വിധിക്കുന്നു. യേശു കുറ്റത്തെ മറയ്ക്കുക മാത്രമല്ല, ആ സ്നേഹത്തിലൂടെ കുറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ വീട്ടിലും സഭയിലും പ്രിവെയിൽ ചെയ്യട്ടെ. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളെ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name. Amen.